ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 കൊറിന്തോസിലെ 9-ഉം 10-ഉം അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ആർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: വിശുദ്ധർക്ക് വേണ്ടിയുള്ള. രണ്ടാമത്തെ ചോദ്യം: മക്കദോനിയക്കാരോട് ഞാൻ പ്രശംസിച്ചു പറയുകയുണ്ടായി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: അക്കായിയായിൽ ഉള്ളവരെക്കുറിച്ച്. ചോദ്യം 3: അക്കായിയായിലുള്ളവരുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് എന്ത് നൽകിയിട്ടുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ഉത്തേജനം. 4: അല്പം വിതയ്ക്കുന്നവൻ കൊയ്യുന്നതെന്ത്? അല്പം മാത്രം. 5: ധാരാളം വിതയ്ക്കുന്നവൻ ഡേഷ് കൊയ്യും. ധാരാളം എന്നതാണ് ഉത്തരം. 6: ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം: സന്തോഷപൂർവം നൽകുന്നവനെ. 7: സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധർക്ക് ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി ഡേഷിലൂടെ കരകവിഞ്ഞ് ഒഴുകുക കൂടി ചെയ്യുന്നു. ഉത്തരം: കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ. 8: പൗലോസ്ലീഹ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് എന്തിനാണ്? ഉത്തരം: അവർണ്ണനീയമായ ദാനത്തിന്. 9: പൗലോസ്ലീഹ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നതെങ്ങനെ? ഉത്തരം: അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയും. 10: ഞങ്ങളെ ജഡികന്മാരായി കാണുന്നവരെ ധീരമായി നേരിടാനുള്ള എന്തുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ആത്മവിശ്വാസം. 11: നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ധൈര്യം എന്നാണ് ഉത്തരം. 12: എന്ത് നടത്തുന്നവരുടെ ഗണത്തിൽ പെടുത്താനോ താരതമ്യം ചെയ്യാനോ ഞങ്ങൾ മുതിരുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ. 13-ാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ ഡേഷുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ, എന്തുമായി? സുവിശേഷം എന്നതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളുടെ ഡേഷ് വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ ഡേഷ്. ആദ്യത്തേത് വിശ്വാസം, രണ്ടാമത്തേത് പ്രത്യാശ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അടുത്ത ചോദ്യം: അഭിമാനിക്കുന്നവൻ ഡേഷിൽ അഭിമാനിക്കട്ടെ, കർത്താവിൽ എന്നതാണ് ഉത്തരം. 16-ാമത്തെ ചോദ്യം: തന്നെ ഡേഷ് അല്ല, കർത്താവ് ഡേഷ് ആണ് സ്വീകാര്യൻ. അതിൻ്റെ ഉത്തരം: തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ആദ്യത്തേത് പ്രശംസിക്കുന്നവനല്ല, രണ്ടാമത്തേത് പ്രശംസിക്കുന്നവനാണ്.